സർപ്രൈസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓച്ചന്തുരുത്ത് ഓമന തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. അതിനെന്തിനാണ് അടിച്ചത്? പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്, അതായത് ഈ ഞാൻ. അടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി രംഗത്ത് മുതലാളിന്ന്. നീ എന്നെ ചുമന്നുടുപ്പ് തള്ളി വിടാണ് ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോ അങ്ങോട്ട്. മൈക്കിലേക്ക് വരാൻ. നാടകം പൊളിക്കല്ലേ? ഇവനൊക്കെ നാടകവും പൊളിക്കും. ഇങ്ങോട്ട് വാ. ഡയലോഗ് ഓർമ്മയിട്ടില്ല, ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരെ നിക്ക്. ചിരിക്കുന്നു. അയ്യോ, പഴം പുഴുങ്ങിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞ. പിന്നെ അട്ടഹസിക്കുന്നു. എന്താ? ആട്ടല്ലെന്ന്, പിന്നെ അട്ടഹസിക്കാൻ. എങ്ങനെയത്? അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? എടാ നടക്കാൻ. അത് പറഞ്ഞ പോരെ. കുലാത്തുന്നു. നടക്ക്. അങ്ങോട്ട്. സ്റ്റില്ല് എന്റെ ഈ പുള്ളിയുടെ ഓരണം. എടാ ഫോട്ടോ എടുക്കണ കാര്യമല്ല, സ്റ്റില്ല് അനങ്ങാതെ നിൽക്കാൻ. അനങ്ങാതെ നിൽക്ക്. മകള് വരുന്നു. മകള് ഞാനാണ്. എല്ലാം നീയാണ്. മകള് വാടാ പോടാ. നീ അച്ഛനാണ്. അച്ഛനൊക്കെ മോളാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാവൻ ഇങ്ങോട്ട്. പോടാ. ഉത്തരിച്ചിട്ട് ബാബാ വേമ്പാ. ഡയലോഗ്. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. പെണ്ണുമ്പിള്ള അതല്ല പറഞ്ഞ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് എന്നാണ് പുച്ഛം? എങ്ങനെയത്? മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. മാന്യന്മാരെ കക്ഷത്തിന്റെ അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കണം. മാറ്റണം. മാന്യന്മാരെ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു ഫാഷൻ അല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ മന്ദസ്മിതമേ, നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ആര്? നില്ല ചേച്ചിയൊക്കെ നോക്കണം. അയ്യോ, ലൈറ്റ് ഓഫ്. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണ്. എല്ലാം നീയാണ് പണ്ടാരങ്ങനെ. അച്ഛൻ ഇങ്ങോട്ട് വാട. വേമ്പ. എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. മുതലാളി വിളി കേൾക്കുന്നു. എടാ മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാണ്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞല്ലേ? പറയടാ. ഓ ആൽഫ്രഡ് ഗോപി. ഗോപി അല്ല, PK ഗോപി. വന്നതിന്റെ ഉദ്ദേശം ചാടി വീഴുന്നു. എടാ ചാടി വീഴടാ. വീഴുന്നു. എടാ മുതലാളിയുടെ മേത്തേക്ക് ചാടി വീഴാൻ. വീഴുന്നു. കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മേ, എന്റെ ദൈവമേ, നിന്റെ അല്ല മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കണം. അയ്യോ മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. എടാ തോക്കെടുക്കാൻ. അയ്യോ, തോക്കെടുത്തിട്ടില്ല. ഇവന്മാര് നാടകം പൊളിക്കുള്ളൂ. അവിടെ ഞാൻ കൊണ്ടുതരാം. അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ആൾക്കാര് കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാര് കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന്. ആരും കണ്ടിട്ടില്ല. കിട്ടി. വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു. അയ്യോ എന്റെ ദൈവമേ, നീ വെടിവെച്ചിട്ട് നീ എങ്ങനെയാണ് ചാവണ? എഴുന്നേക്കടാ. നീ മരിച്ചു വീഴാ. ഞാൻ മരിച്ചു വീഴാ. അമ്മേ. ചിരിക്കുന്നു.
അയ്യോ, നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? കട അവിടെ കട. ആ തോക്കാട്ടിങ്ങനോട്. ആ മകൻ വരുന്നു. ഞാനാണാ? എല്ലാം നീയാണ്. മകൻ പാടാ വാങ്ങട്. അതെ മകൻ. ഡയലോഗ്. മുതലാളി, 3 വർഷങ്ങൾക്ക് കൂടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നു പെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാമെന്ന് എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയത്? ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളി. എടാ ഇവിടെ ഉണ്ടാ, അവിടെ ഭയങ്കര ഉറുമ്പാടെ ഇറക്കുക, കാരണം ഞാൻ ഇങ്ങോട്ട് മാറിക്കിടന്നു. എവിടെയെങ്കിലും ഒന്ന് കിടക്ക്. ഡയലോഗ് പറ. ഞാൻ മാറ്റി പറഞ്ഞോളാം. ഉറുമ്പ് കടിയേറ്റ് സഹിക്കുമ്പോഴാതെ ഇവിടെ നിന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. എന്നെ പെങ്ങളെ സൗവർണികേ. വാ, വേമ്പ പെങ്ങളെ സൗവർണികേ. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിരികളാടി. രാജേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഡാൻസ്? കൊള്ളാം, മുതുക്ക് കൂത്താട്ടം തന്നെ. ഓഹോ, എന്റെ കളിയാക്കുകയാണല്ലേ? ഞാൻ പിണങ്ങി. എന്നാ ഞാനും പിണങ്ങി. രാജേട്ടാ, നമ്മൾ രണ്ടുപേരും പിണങ്ങി നിന്നാൽ എങ്ങനെയാണ് ഈ സ്റ്റാറി മുന്നോട്ട് പോകുന്നത്? ശരിയാണല്ലോ. എന്നിൽ ഞാൻ ഇണങ്ങി. ഞാനും ഇണങ്ങി. അയ്യടാ, ഹമ്പടാ. ഇവിടെ സിനിമ കാണാൻ നേരത്തെ വരാനല്ലേ ഞാൻ സരോജത്തോട് പറഞ്ഞത്? അതെ. പിന്നെന്താണ് ഇത്രയും താമസിച്ചത്? ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കിളുകാരൻ എന്നെ ഫാള ചെയ്തു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് സൈക്കിളിൽ കയറുന്നോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പരിചയമില്ലാത്ത ഒരാൾ സൈക്കിളിൽ കയറാൻ പറഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും സൈക്കിളിൽ കയറുമോ? ഇല്ല. ഞാൻ കയറി. എന്തിനാണ് നീ അവന്റെ സൈക്കിളിൽ കയറിയത്? രാജേട്ടനെ പെട്ടെന്ന് കാണാമല്ലോ എന്നോർത്തപ്പോൾ കയറിയതാണ്. ഇപ്പോൾ സന്തോഷമായി. ആട്ടെ, ഒരു സംശയം. നിനക്ക് എന്നെ ലൈൻ അടിക്കുന്നതിന് മുമ്പ് ലൈൻ ഉണ്ടായിരുന്നോ? രാജേട്ടാ, ഞാനും ഈ വരയിടാത്ത ബുക്കും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ രണ്ടിനും ലൈനില്ല. എന്നാൽ ഇന്നു മുതല് ലൈൻ ഇട്ട ബുക്ക് നീ ഉപയോഗിച്ചാൽ മതി. അതെന്താണ് രാജേട്ടാ? ഇപ്പോൾ നിനക്ക് ലൈൻ ഉണ്ടല്ലോ. അയ്യോ, എന്റെ അച്ഛൻ തമ്പി മുതലാളി നമ്മൾ സിനിമ കാണാൻ വരുന്നത് അറിഞ്ഞാൽ എന്റെ അച്ഛന്റെ ഗുണ്ടകൾ രാജേട്ടനെ കണ്ടാൽ ഇടിച്ച് പറുപ്പിളക്കും. എന്നാ ഞാനും അവരെ ഇടിച്ച് പറുപ്പിളക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പുട്ടും പറുപ്പ് കറിയും. അയ്യോ, അച്ഛന്റെ ഗുണ്ട റംബൂട്ടാൻ വരുന്നു. അച്ഛന്റെ കുട്ടൻ റംബൂട്ടാൻ. അയ്യോ, പിന്നെയും കയ്യിൽ നിന്നും പോയി റാമേട്ടൻ വരുന്നു. ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ. ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ. ശിവ, ഇലക്ഷനൊക്കെ ചൂട് പിടിച്ച് തുടങ്ങിയല്ലോ. തുടങ്ങി. താരത്തൊരു അനൗൺസ്മെന്റ് വരുന്നത് അത് നമ്മളെ ശശീന്ദ്രൻ്റെതാന്ന ഒരു സംശയം. നമ്മളെ കുഞ്ഞിരാമട്ടന്റെ മോന്റെ. അത് തന്നെ. പ്രിയമുള്ളവര്, ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കടമ്പ്രമ്പത്ത് ശശീന്ദ്രകുമാർ ഈ പ്രചരണ വാഹനത്തിൽ കടന്നു വരികയാണ്. നിങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ ശാന്തിയുടെ സമാധാനത്തിന്റെ വാത്സല്യത്തിന്റെ ചിഹ്നമായ ചിരവയേന്തിയ പാവം വിട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ചെരവെടുത്ത വീട്ടമ്മ എങ്ങനെയാണോ സമാധാനത്തിന്റെ ചിഹ്നാകുക? നമ്മളെല്ലാം വീട്ടിൽ ചെരവെടുത്ത അന്നേരം സമാധാനക്കേടാ ഒരു ചിഹ്നം ഉണ്ടാക്കുന്നു. അത് ശരിയാ. എന്താണ് വീട്ടമ്മ, എന്താണ് ചിരവായി എന്ന സമ്മതിദായകർക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നുച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് പുത്തൂർ മഠം മൈതാനത്ത് ബോട്ടുകെട്ടിയ 24 കാലുകൾ ഒരു പന്തിനു പിറകെ പായുന്ന അത്ഭുതകരമായ മത്സരത്തിന്റെ ആവേശത്തിമിർപ്പിൽ ഇകേഴ്സ് പലാഴിയുടെ കായിക താരങ്ങൾ നൈജീരിയൻ താരങ്ങളായ കുണോപ്പിയെ അണിനിരക്കിക്കൊണ്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഞ്ചേരിയുമായി പോരടിക്കുമ്പോൾ തീപ്പാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിലേക്ക്
എതിർ സ്ഥാനാർത്ഥിയെ ഒരു ഫുട്ബോൾ പോലെ തട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കണ്ണുംപറമ്പത്ത് ശശീന്ദ്രകുമാർ ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണംപുറത്ത് ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായകനീത നാട്ടാരെ ഓമന കണ്ണംപുറത്ത് ശശീന്ദ്രകുമാർ, ചിരവയേന്തിയ വീട്ടമ്മ ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യുക കണ്ണംപുറത്ത് ശശീന്ദ്രകുമാറിനെ വിജയിപ്പിക്കുക നാട്ടാരെ ഓമന കണ്ണംപുറത്ത് ശശീന്ദ്രകുമാറിനെ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശശീന്ദ്രകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള വോട്ടർമാരെ, അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഏകദേശം 700ഓളം വരുന്ന സഹോദരിമാർ കടലിൽ നിന്നും മീൻ കിട്ടാതെ അതിദാരുണമായി പട്ടിണി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിന്റെ ഉൾപ്രദേശമായിട്ടുള്ള ഫിക്രാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 3 മാസങ്ങളായി നിരവധി കന്നുകാലി സുഹൃത്തുക്കളാണ് ചത്തൊടുങ്ങിയിട്ടുള്ളത്. ചൈനയിലാവട്ടെ, ആയിക്കോട്ടെ, അത് ഇവിടെ പറഞ്ഞതാ, ചൈനയിലായിക്കോട്ടെ, വ്ളാഡിമിർ ഇല്യാനോവിച്ച് സേവിയോസ് പുട്ടിന്റെ കടയിൽ നിന്ന് പുട്ടു വാങ്ങിക്കഴിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചിരവയേന്തിയ ഈ പാവം വീട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ആളുകളോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്താണത്? നാടകം. ഇതാണ് നാടകം. എന്റെ പൊന്നിയേട്ടാ, നാടകത്തിന്റെ പേര് പറഞ്ഞ് ഉമ്മാരെല്ലാം കൂടി ഈ പണി തന്നെ തലയെ കെട്ടി വെക്കാൻ നോക്കുന്നു. നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ല. ഞങ്ങ നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും തട്ടി